ഈമാൻ കിട്ടിയ മയ്യത്തുകൾ, ഈമാൻ കിട്ടിയ ആത്മാവുകൾ തുലോം വിരളമാണ്. 1700 പേർ ഒരു ദിവസം മരണപ്പെട്ടു പോയി. മുത്തുനബി പറഞ്ഞു 1698 പേരും ഈമാനില്ലാതെ മരിച്ചുപോയി. മാത്തസനാനി അലൽ ഈമാൻ, 2 പേരാണ് ഈമാൻ കിട്ടി മരിച്ചത്. ഇനി നമ്മൾക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് ഇത്രയും കൂടുതൽ ആളുകൾ ഈമാനില്ലാതെ മരിക്കുന്നത്? നേരത്തെ ഒരു കണക്ക് കൂടി നമ്മൾക്ക് പരിശോധിക്കാം. ഇത് പറയുമ്പോൾ നമ്മളൊരു പക്ഷേ ചിന്തിക്കും, അത് ജനിക്കുമ്പോൾ ഈമാനില്ലാതെ മരണപ്പെട്ടവരായിരിക്കും മരിച്ചിരിക്കുക എന്ന്. ജനിക്കുമ്പോൾ ഈമാനില്ലാതെ ജീവിച്ചവർ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിച്ച എത്ര കഥകളുണ്ട്! 1 അല്ല 2 അല്ല 3 അല്ല 10 അല്ല. തിരൂരിലെ ഒരമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചു. എൻ്റെ സ്നേഹിതൻ ബഹുമാനപ്പെട്ട പൊന്മുണ്ടം മുഹമ്മദ് ബാക്കവി ഉസ്താദ്, അദ്ദേഹം എന്നോട് പറഞ്ഞു, തിരൂര് കിടക്കയിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുകയാണ് ഒരമ്മ. അവർ ദർസ് നടത്തുന്ന തിരൂരിൽ അസ്ഹരിപ്പാറ എന്ന സ്ഥലത്തുള്ള ഒരു അമ്മയാണിത്. അവരുടെ മകൻ പറഞ്ഞു, അമ്മേ ഇപ്പോൾ അതല്ല ചൊല്ലുക, ഇപ്പോൾ ഓം നമഃ ശിവായ എന്നാ ചൊല്ലുക. അമ്മ വീണ്ടും ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനം അത് ചൊല്ലി മരിച്ചു. നമ്മൾ പെണ്ണുങ്ങൾ പറഞ്ഞു, അമ്മ അത് ചൊല്ലി മരിച്ചോട്ടെണ്ണേ, ഞങ്ങളൊക്കെ അത് ചൊല്ലി മരിക്കാൻ കൊതിക്കുവാണ്. മരണമൊക്കെ കഴിഞ്ഞു. അവരുടെ ആചാരപ്രകാരം മറവ് ചെയ്തു. അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. ശേഷം ഒരു 2000 രൂപ ഈ മകനോ മറ്റേത് മകനോ എന്നറിയില്ല, ഈ ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് അമ്മക്ക് പ്രാർത്ഥിക്കണം, നിങ്ങളെ പള്ളികളിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഞങ്ങളുടെ അമ്മ എടുക്കുന്ന പണി നിർത്തും, കയ്യിലുള്ള സാധനം കൊണ്ട് തല പൊത്തിപ്പിടിക്കും. ഈ തലയിൽ വെച്ച ചിലപ്പോൾ ചൂലായിരിക്കും, ചിലപ്പോൾ പാത്രമായിരിക്കും, മുഖമായിരിക്കും. ഈ തലയിൽ പൊത്തിപ്പിടിച്ചത് താഴെ വെക്കുന്നതും എടുക്കുന്ന പണി തുടരുന്നതും ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷമായിരിക്കും. ബാങ്കിനെ ആദരിച്ചു എന്ന കാരണം കൊണ്ട് ആ അമ്മയെ ഒരു സുജൂദ് പോലും ചെയ്യാത്ത, ഒരു നോമ്പ് പോലും നോൽക്കാത്ത, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുമ്പ് ചൊല്ലാത്ത ആ അമ്മയെ സ്വർഗത്തിലേക്ക് നേരെ അല്ലാഹു തആല വഴി നടത്തി. എത്രയോ പള്ളിക്കാടുകൾ, താഴെ കിടക്കുന്നവരിൽ എത്ര ഈമാനില്ലാത്തവർ, എത്രയോ ചുടലകൾ, താഴെ കിടക്കുന്നവരിൽ എത്ര ഈമാനുള്ളവർ എന്ന് ആരിഫീങ്ങൾ പറഞ്ഞു വെച്ചത് ഇതിൻ്റെ ഭാഗമാണ്. നമ്മളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി വെക്കുക എന്നത് നമ്മളുടെ ബാക്കിയുള്ളവരോട് ഏൽപ്പിച്ച പ്രാഥമികതയിൽ ബാഹ്യമായി നിയമം നടപ്പിലാക്കിയപ്പോൾ കിട്ടിയ ഗോളാണ്. പക്ഷേ അതിനുശേഷം ചൊല്ലുന്ന ദിക്റുകൾ, ആണ്ടുകൾ, അടിയന്തരങ്ങൾ, മൂന്നോടുകൾ, തഅസിയത്തുകൾ, ദിക്റുകൾ, വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ചൊല്ലിയ 1,00,000 ഇഖ്ലാസുകൾ, ഇതൊക്കെ ഫലപ്പെടുന്ന വിധം ആ ഖബറിലൊന്ന് കടന്നു കൊടുക്കണമെങ്കിൽ മുസ്ലിമായി മരിക്കണ്ടയോ? ആരാണ് മുസ്ലിമായി മരിക്കുക? ഇത്രയും കൂടുതൽ പേർ എങ്ങനെയാണ് ഈമാനില്ലാതെ മരിച്ചു പോകുന്നത്? ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു ഇത് സംബന്ധമായ ഒരു ചർച്ചയുണ്ട്. അവർ പറയുന്നുണ്ട്, ഈമാനില്ലാതെ മരിച്ചുപോയ മുസ്ലിമീങ്ങളെ ഞാനൊന്ന് പഠിച്ചു, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഞാനൊന്ന് ഒന്ന് പഠനവിധേയമാക്കി. എനിക്ക് ബോധിച്ച സംഗതി, അവർ രഹസ്യത്തിൽ പടച്ചോനെ പേടിക്കൂലായിരുന്നു. ഇത്ര സിമ്പിളായ ഒരു ഉത്തരം നിങ്ങൾ ആ കണ്ടെത്തൽ എത്രമേൽ ഒരു ഗൗരവമുള്ള ഒരു കാഴ്ചപ്പാട്, എത്രമേൽ സത്യമത്. ബാഹ്യതലങ്ങളിൽ ഈമാനുണ്ട്, ഉപരിപ്ലവങ്ങളിൽ ഈമാനുണ്ട്. ഞാനും എൻ്റെ പടച്ചവനും മാത്രമുള്ള ഒരു സ്ഥലത്ത് ഞാനെത്തുമ്പോൾ എനിക്ക് ഈമാനുണ്ടോ, പടച്ചോനെ പേടിയുണ്ടോ? അവിടെയാണ് സംഗതി. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ ചെയ്യുന്ന ഒരു ചണ്ടിത്തരവും നമ്മുടെ ഉമ്മയോ നമ്മുടെ ഉപ്പയോ നമ്മുടെ ഭാര്യമാരോ നമ്മുടെ ഭർത്താക്കന്മാരോ മക്കളോ പേരമക്കളോ കണ്ടില്ല. എന്തേ കാര്യം? അവരെയൊക്കെ നമ്മൾക്ക് വിശ്വാസമുണ്ട്, അവരൊക്കെ നമ്മളെ കാണുമെന്ന് വിശ്വാസമുണ്ട്.
ഇന്നക്കും സതർതുമൂഹാ അനിൽ അത്ഫാലിസ് സിഗാരി ഫഅൈനൽ മലിക്കുൽ ജബ്ബാർ. നിങ്ങൾ ചെയ്ത ചണ്ടിത്തരങ്ങളെയും പോരാത്തരങ്ങളെയും തെറ്റത്തരങ്ങളെയും പിഞ്ചുപൈതങ്ങളിൽ നിന്ന് പോലും നിങ്ങൾ ഒളിപ്പിച്ചു വച്ചല്ലോ. രാജാതിരാജനായ വീറ്റോപ്പുള്ള പൾസറിയുന്ന ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളും നാടിമിടിപ്പുകളും അറിയുന്ന രാജാവായ പടച്ചവനെ നിങ്ങൾ എവിടെ നിർത്തി? എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് നന്നായി ആലോചിക്കണം. നമ്മൾക്കുള്ള ഇരട്ടത്താപ്പുകൾ എന്ന് അവസാനിക്കുന്നുവോ അന്നേ നമ്മുടെ ഈമാൻ കിട്ടൂ. നമ്മൾക്ക് മരിച്ച വീട്ടിൽ ഒരു വസ്ത്രധാരണയെങ്കിൽ കല്യാണ വീട്ടിൽ മറ്റൊരു വസ്ത്രധാരണ, ജനങ്ങൾക്കിടയിൽ ഒരു രീതിയെങ്കിൽ ജനങ്ങളില്ലാത്തപ്പോൾ മറ്റൊരു രീതി, വെളിച്ചത്തിൽ ഒരു രീതി, ഇരുട്ടിൽ മറ്റൊരു രീതി, കതക് തുറന്നാൽ ഒരു രീതി, കതകടഞ്ഞാൽ മറ്റൊരു രീതി, സ്വദേശത്തായാൽ ഒരു രൂപം, വിദേശത്തായാൽ മറ്റൊരു രൂപം. ഇതിൻ്റെ പേരാണ് ഇരട്ടത്താപ്പ്, ഇതിൻ്റെ പേരാണ് വിചിത്രം, ഇതിൻ്റെ പേരാണ് നിഫാഖ്. എൻ്റെ 3 വയസ്സായ പേരക്കുട്ടിയെ കാണാൻ ഈ കാലയളവിൽ 10-60 കൊല്ലത്തിനടക്ക് എൻ്റെ കയ്യിൽ ഒരു അബദ്ധവും സംഭവിച്ചിട്ടില്ല. ഒരു വേള ചെയ്യൽ അനുവദനീയമായത് പോലും 3 വയസ്സായ എൻ്റെ പേരക്കുട്ടിയോ എൻ്റെ മക്കളോ കണ്ടില്ല. എന്തുകൊണ്ട്? എൻ്റെ പേരക്കുട്ടിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഈ പേരക്കുട്ടി 4-5 വർഷം കഴിഞ്ഞ് 8ഉം 8ഉം തിരിയുന്ന അവസരത്തിൽ എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും വിചാരിച്ചു പോകുമോ എന്ന് നമ്മൾ അഡ്വാൻസ്ഡായി വിചാരിച്ചു പോയി. അന്തസ്സും അഭിമാനവും നമ്മൾ കാത്തത് അപ്പോഴേക്ക് മാത്രമല്ല, ഭാവിയിലേക്കും നമ്മൾ അന്തസ്സിനെ കരുതി വച്ചിട്ടുണ്ട്. ഭാവിയിലേക്കും നമ്മൾ അന്തസ്സിനെ കരുതി വെച്ചപ്പോഴല്ലേ 3 വയസ്സായ കുട്ടിയെ കാണപ്പോലും നമ്മളിൽ അബദ്ധം പറ്റാതെ പോയത്, ഒരു മൊബൈലിൻ്റെ അബദ്ധസഞ്ചാരം പോലും നമ്മളിൽ സംഭവിക്കാതെ പോയത്. ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയല്ലേ. നമ്മൾ പറയുന്നു നമ്മൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, അള്ളാഹുവിൻ്റെ 20 സിഫത്തുകൾ നമ്മൾ ചൊല്ലിപ്പഠിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ മുസ്തഹീലായ 20 സിഫത്തുകളും ചൊല്ലിപ്പഠിച്ചിട്ടുണ്ട്, വാജിബായ മുസ്തഹീലായ ജായിസായ 41 സിഫത്തുകളും ചൊല്ലിപ്പഠിച്ചപ്പോൾ സമീഉം ബസീറുമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. കേൾക്കുന്നവനും കാണുന്നവനുമാണെന്ന് നമ്മൾ വിശ്വസിച്ച അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇന്ന് മഗ്രിബിന് നമ്മൾ ചൊല്ലിയ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്ന് മഗ്രിബിന് നമ്മൾ ചൊല്ലിയ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹിൽ സമീആയ അല്ലാഹ് എന്നല്ലേ നമ്മൾ വിശ്വസിച്ചത്? കേൾക്കുന്ന അല്ലാഹ്, കാണുന്ന അല്ലാഹ് എന്നല്ലേ നമ്മൾ വിശ്വസിച്ചിട്ടുള്ളത്? കേൾക്കാത്ത ഒരു പടച്ചവനിൽ, കാണാത്ത ഒരു പടച്ചവനിൽ നമ്മൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ കേൾക്കുന്ന മക്കളിലും കാണുന്ന മക്കളിലും, കേൾക്കുന്ന ഉമ്മയിലും കാണുന്ന ഉമ്മയിലും, കേൾക്കുന്ന ഉപ്പയിലും കാണുന്ന ഉപ്പയിലും നമ്മൾ വിശ്വസിച്ചപ്പോൾ അവരെക്കാണേ നമ്മളിൽ ഒരു അബദ്ധവും സംഭവിച്ചു പോയില്ലെങ്കിൽ, കേൾക്കുന്ന പടച്ചവനിൽ നമ്മൾ വിശ്വസിച്ചിട്ട്, കാണുന്ന പടച്ചവനിൽ നമ്മൾ വിശ്വസിച്ചിട്ട്, ഇരുട്ടിലും വെളിച്ചത്തിലും, കതകടഞ്ഞാലും കതക് തുറന്നാലും, പകലിലും രാവിലും, സ്വദേശത്തും വിദേശത്തും ഒരേപോലെ ലൈവായി ഹടാറ് വെച്ച് നിരീക്ഷിച്ച് കാണുന്ന പടച്ചവനെ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടോ? ആ വിശ്വാസം നമ്മൾക്കെന്ന് വരുമോ അന്നു നമ്മൾക്ക് മുഅ്മിനായി മരിക്കാൻ കഴിയും. അൽ മർഉ യമൂതു അലാ മാ ആശ്. ജീവിച്ച ശൈലി എങ്ങനെയോ അങ്ങനെയാണ് മരിക്കുക. യമൂതൂന കമാ യഈശൂൻ, ജീവിച്ച പോലെ മരിക്കും. ജീവിതം ഈമാനോടെയാണോ? മരണം ഈമാനോടെയാണ്. ജീവിതം നിഫാഖോടെയാണോ? മരണം നിഫാഖോടെയാണ്. ജീവിതം കുഫ്രിയത്തിലാണോ? മരണം കുഫ്രിയത്തിലാണ്. നമ്മൾക്ക് മുഅ്മിനായി ജീവിക്കണം. അതിനെന്ത് വേണം? നമ്മുടെ ജീവിതത്തിൽ എൻ്റെ പടച്ചവൻ കാണുന്ന കേൾക്കുന്ന പടച്ചവനാണെന്ന് വിശ്വസിക്കണം. ആ പടച്ചവനെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു തെറ്റും ഒരു ചെയ്തിയും ഒരു നീചവൃത്തിയും എൻ്റെ പടച്ചവൻ ഇനി കാണില്ലെന്ന് നമ്മൾ വിശ്വസിക്കണം. എൻ്റെ മുത്തുനബി എൻ്റെ ഒരു ദുശ്ചെയ്തി കണ്ട് ഇനി എൻ്റെ മുത്തുനബി വേദനിക്കേണ്ടി വരില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം, നമ്മൾ ഉറപ്പിച്ചിരിക്കണം.
എന്നെക്കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട പകലിലെയും രാത്രിയിലും ഏൽപ്പിക്കപ്പെട്ട 20 മലക്കുകളുണ്ടല്ലോ, ഡ്യൂട്ടി നിശ്ചയിച്ച് ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒപ്പിയെടുത്ത് ചിപ്പാക്കാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ച 2 മലക്കുകൾ, എൻ്റെ വാക്കുകളൊക്കെ റിക്കാർഡാക്കാൻ വേണ്ടി ഏൽപ്പിച്ച 2 മലക്കുകൾ, എൻ്റെ കണ്ണിലേക്ക് വല്ല കുറുമ്പും കൊതുമ്പും വരുന്നത് നോക്കാൻ വേണ്ടി ഡിഫൻസായി വെച്ച 2 മലക്കുകൾ. ഇങ്ങനെ യുക്തിവാദിക്കും നിരീശ്വരവാദിക്കും മുസ്ലിമിനും മുഅ്മിനും കാഫിറിനും അള്ളാഹനെ ധിക്കരിക്കുന്നവനും അള്ളാഹനെ അനുസരിക്കുന്നവനും ഒക്കെ കൊടുത്ത 10 20 മലക്കുകളിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെ മാറ്റിവെച്ചുകൊണ്ട് അവരെ കാണാതെ ചെയ്യാനൊക്കുമോ? പിന്നെ എന്താണ് മലക്കുകളിലുള്ള വിശ്വാസം? ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം ഖൽബിലുള്ളതിനെ നാവിനെ സാക്ഷിയാക്കി മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ മനസ്സിലുള്ളതാണ് എൻ്റെ നാവിലൂടെ വരുന്നത്. എൻ്റെ മനസ്സിലുള്ളതിനെ സാക്ഷി നിൽക്കാൻ എൻ്റെ ഒരു നാവല്ലേ ഉള്ളൂ. അതുകൊണ്ട് അഷ്ഹദുൽ ലിസാന അലാ മാ ഫീ ഖൽബി, എൻ്റെ ഹൃദയത്തിലുള്ളതിന് എൻ്റെ നാവിനെ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ പറഞ്ഞത് പച്ചപ്പൊള്ളാണോ? നാവിലൂടെ പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. 41 സിഫത്തുകളും നമ്മൾ ചൊല്ലിപ്പടിച്ചു. ആ 41 സിഫത്തുകളുള്ള അല്ലാഹ്, വാജിബായ സിഫത്തുള്ള, മുസ്തഹീലായ സിഫത്തില്ലാത്ത, ജായിസായ സിഫത്ത്, അനുവദനീയമായ ഈ അല്ലാഹുവിലുള്ള വിശ്വാസം ഓരോ നിസ്കാരത്തിലും നമ്മൾ ആവർത്തിച്ചു ചൊല്ലുന്നു. 9 തവണ നമ്മളറിയാതെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സുബഹിക്ക് 1 തവണയും മറ്റുള്ള വക്തിലൊക്കെ 2 തവണയും 9 തവണ എല്ലാ ദിവസവും നമ്മളത് ചൊല്ലുന്നുണ്ട്. ഈ ചൊല്ലൽ സാർത്ഥകമാണോ? അത് യാഥാർത്ഥ്യമാണോ? നാവും കൽബും ഒന്നിച്ചു നിൽക്കുന്നുണ്ടോ? ഉണ്ടെന്നത് ശരിയാണെങ്കിൽ ലാ യസിനി സാനി ഹീന യസിനി വഹുവ മുഅ്മിൻ, ഈമാനുള്ളവൻ വ്യഭിചരിക്കൂല. എന്തുകൊണ്ട്? ഈമാനുള്ളവൻ, ഉമ്മയെ കൊണ്ട് വിശ്വസിച്ചവൻ ഉമ്മയെക്കാണ് വ്യഭിചരിച്ചിട്ടില്ല. അള്ളാനെ കൊണ്ട് വിശ്വസിക്കുന്നവൻ അള്ളാനെക്കാണ് എങ്ങനെ വ്യഭിചരിക്കും? അള്ളയാണെങ്കിലോ കഥ കടഞ്ഞാലും കഥ തുറന്നാലും ലൈറ്റ് ഇട്ടാലും ഓഫായാലും ഒക്കെ കാണും. വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബു വഹുവ മുഅ്മിൻ, ഈമാനുണ്ടോ? മദ്യപിക്കൂല. ഉറപ്പന്നല്ലേ? ഉമ്മയെക്കാണ് ഉപ്പയെക്കാണ്, 4-കിട പൗരന്മാരല്ലാത്ത ആരാണ് ജനങ്ങളെക്കാണ് മദ്യപിച്ചവർ? ആരാണത് പുറത്ത് വെളിപ്പെടുത്തിയവർ? വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ, ഈമാനുള്ളവൻ കക്കൂല. വലാ യന്തഹിബു ഹീന യന്തഹിബു വഹുവ മുഅ്മിൻ, ഈമാനുള്ളവൻ കവർച്ച ചെയ്യൂല. വലാ യഗുല്ല ഹീന യഗുല്ല വഹുവ മുഅ്മിൻ, ഈമാനുള്ളവൻ വഞ്ചിക്കൂല. കൃത്യല്ലേ? ഇതൊന്നും ജനങ്ങളെക്കാണ് ചെയ്യാത്തത്, ജനങ്ങൾ കാണുമെന്ന് വിശ്വാസമുണ്ട്. ഇതൊക്കെ പടച്ചോനെ കാണയും, മുത്തുനബിയെ കാണയും, മലായിക്കത്തിനെ കാണയും, നമ്മുടെ കയ്യും കാലും കാണയും, നമ്മൾ തെറ്റു ചെയ്ത ഭൂമിക കാണയും. നമ്മളിത് ചെയ്തത് അതൊന്നും കാണുമെന്ന് വിശ്വാസമില്ലാഞ്ഞിട്ടോ, വിശ്വാസം മൂടി വെച്ചിട്ടോ, അതിൻ്റെ മുകളിൽ മൂടി വീണിട്ടോ, അത് കുടയായി ഉയർന്നു പൊന്തിയിട്ടോ വ്യത്യസ്തങ്ങളായ വിശദീകരണങ്ങൾ പറഞ്ഞല്ലോ മുഹദ്ദിസുകൾ. ഏതായാലും ആ ടൈമിൽ ഒളിഞ്ഞു നിന്നല്ലോ ആ സംഭവം. അതുകൊണ്ട് നമ്മൾ മുഅ്മിനീങ്ങളാണ്. മുഅ്മിനീങ്ങളായാലാണ് മരിക്കുമ്പോൾ മുഅ്മിനായിട്ട് മരിക്കുക. നിഫാഖാണ്, ഇരട്ടത്താപ്പാണ്, വിചിത്രമാണ്, രണ്ടോടത്ത് 2 കോലാണ്. അതിൻ്റെ പേര് ഈമാൻ എന്നല്ല. അത് നമ്മൾ അന്തസ്സ് കാക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത പരിപാടിയാണ്, കലാപരിപാടിയാണത്. ഇതൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ തോന്നും, ഞാനൊക്കെ സേഫാണ്, ഞാൻ മദ്യപിച്ചിട്ടില്ല, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, ഞാൻ കള്ളുടിച്ചിട്ടില്ല, ഞാൻ കട്ടിട്ടില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ബഹുമാനപ്പെട്ട സഹീഹ് മുസ്ലിം, അതിനൊരു ശറഹുണ്ട്, ഫത്ഹുൽ മുൽഹിം. അതിൽ ബഹുമാനപ്പെട്ടവർ 400 തെറ്റുകളെ പറ്റി പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ശറഹുൽ അഖായിദിൽ മഹാനവകൾ വിശദീകരിച്ചിട്ടുണ്ട്.
തെറ്റിൽ ചെറുത് വലുത് എന്നൊന്നില്ല. താക്കീതിൻ്റെ സ്വരം വന്നത് മുഴുവനും വൻദോഷമാണ്. അന്യസ്ത്രീ പുരുഷ ദർശനം എന്താണ്? കടുത്ത തെറ്റാണ്. ഈ കാലഘട്ടത്തിൽ വഴന്നു പറയാൻ പറ്റും. ഒരു മനുഷ്യൻ നന്നാകണം, ഈമാൻ കിട്ടി മരിക്കണമെന്ന് ആർക്കെങ്കിലും ആശയുണ്ടെങ്കിൽ കണ്ണ് സൂക്ഷിക്കാതെ ഒരു നിർവാഹമില്ല. ആരാ ഇത് കേൾക്കാനുള്ളത്? ആരുമില്ല, മുത്തുമുമിനീങ്ങൾ മാത്രം. ഇത് പറയാൻ പറ്റുമോ ഈ കാലത്ത്? അതൊന്നും എനിക്കറിയില്ല. وَقُلْ لِلْمُؤْمِنِينَ يَغُضُّوا مِنْ أَبْصَارِهِمْ وَيَحْفَظُوا فُرُوجَهُمْ ذَلِكَ أَزْكَىٰ لَهُمْ. മുഅ്മിനീങ്ങളോട് നബിയെ തങ്ങൾ പറയൂ, കണ്ണ് ചിമ്പാൻ ഒരു കണ്ണ് ചിമ്പും. വയഹ്ഫളൂ ഫുറൂജഹും, പിന്നീട് ഗുഹ്യസ്ഥാനം സൂക്ഷിക്കും. കണ്ണ് ചിമ്പിയാൽ കാരണം പോയല്ലോ. ذَلِكَ أَزْكَىٰ لَهُمْ. നിങ്ങൾക്ക് തസ്കിയത്ത് കിട്ടണോ, നിങ്ങൾ സാംശീകരിക്കപ്പെടണോ, നിങ്ങൾക്ക് പടച്ചോനെ പേടി കിട്ടണോ, നിങ്ങൾ നന്നാകണോ, ഇപ്പണി ചെയ്യണം. എത്ര സ്പഷ്ടം! മീസാനോദന കുട്ടിക്ക് അർത്ഥം വെക്കാൻ കിട്ടും. وَقُلْ لِلْمُؤْمِنِينَ يَغُضُّوا مِنْ أَبْصَارِهِمْ وَيَحْفَظُوا فُرُوجَهُمْ ذَلِكَ أَزْكَىٰ لَهُمْ. ഈ കാലഘട്ടത്തിൽ കൂടുതൽ ആളുകൾ ചെയ്യുന്ന തെറ്റേതെന്ന് ചോദിച്ചാൽ അന്യസ്ത്രീ പുരുഷ ദർശനമാണ്. കൂടുതൽ തവണ ചെയ്യുന്ന തെറ്റേതെന്ന് ചോദിച്ചാൽ അന്യസ്ത്രീ പുരുഷ ദർശനമാണ്. തൻ്റെ ഉള്ളത്തിലേക്ക് ഞാനൊരു തെറ്റ് ചെയ്തു എന്ന സീരിയസ് കേരാത്ത തെറ്റ് ഏതെന്ന് ചോദിച്ചാൽ അന്യസ്ത്രീ പുരുഷ ദർശനമാണ്. നാട്ടുകാരും കൂട്ടക്കാരും താനൊരു തെറ്റ് ചെയ്തവൻ എന്ന് വിധിയെഴുതി തള്ളാതിരിക്കുന്ന ഒരു തെറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് സ്ത്രീ പുരുഷ ദർശനമാണ്. ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 100 തെറ്റു പിണഞ്ഞാൽ 72 തെറ്റും കണ്ണുകൊണ്ടാണ്. മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹ്റസ സുലുസൈ ദീനി ഫല്യത്തഖില്ലാഹ ഫിസ്സുലുസിൽ ബാഖി എന്ന ഈ ഹദീസ് കേൾക്കാതെ ഒരു മലയാളിയും ഒരു പെണ്ണിനെയും സ്വീകരിച്ചിട്ടില്ല. എന്താ ഇതിനർത്ഥം? ഒരു പെണ്ണിനെ ഒരാൾ വിവാഹം ചെയ്താൽ നിനക്ക് നോക്കാനും ആസ്വദിക്കാനും നിന്റെ ദീന് കാക്കാനും നിന്റെ കണ്ണ് സംരക്ഷിക്കാനും നിനക്കൊരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ ദീനിന്റെ 2/3 ഭാഗം സേഫാണടാ, 3ാമത്തെ ഭാഗമേ ബാക്കിയുള്ളൂ, അതും കൂടി ഒന്ന് കാത്താളാ. ഇത് കേൾക്കാതെ ഒരു മുസ്ലിമും വിവാഹം ചെയ്തിട്ടില്ലല്ലോ. അത് ഈ വിഷയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഫഇന്നഹു അഗല്ലു ലിൽബസരി വഅഹ്സനു ലിൽഫർജ്. മുമ്പോതിയ മറ്റൊരു ഹദീസാണത്. നിന്റെ കണ്ണിനെ ചിമ്പിപ്പിക്കാനും നിന്റെ ഗുഹ്യസ്ഥാനത്തെ കാവലാക്കാനും പറ്റിയ ഒരു സംഗതിയാണ് നിന്റെ കയ്യിൽ പിടിച്ചു തന്നിട്ടുള്ളത്. അതാണ് ഇന്ന് നടന്ന നിക്കാഹ്. ഇത്രയും മനുഷ്യന്മാരും മെനക്കെട്ട് കൂടിയത് അതിനു വേണ്ടിയാണ്, നിന്നെ കഴിച്ചിലാക്കാനാണ്. ഓർത്തോളണം, കാത്തോളണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചിട്ടാണ് ഈ സവ്വജത്തുക്കയും കബിൽതു നിക്കാഹയും വന്നിട്ടുള്ളത്. ഒരു വലിയ സംഗതിയാണ്. ഞാനിത് വളരെ സിമ്പിളായി അവതരിപ്പിച്ചൊരു കാര്യമാണ്. നമ്മൾ തെറ്റ് കുറ്റങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ കരുതും, ഇതിലൊന്നും ഞാൻ കാച്ചിട്ടില്ല, കറന്നിട്ടില്ല, ഇതിലൊന്നും ഞാൻ ആളല്ല, ആ മൂലര് പറഞ്ഞതൊന്നും എന്നെ ബാധിക്കണില്ല, ഞാൻ മദ്യപിച്ചിട്ടില്ല, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, ഞാൻ കട്ടിട്ടില്ല, ഞാൻ കൊന്നിട്ടില്ല, ഞാൻ മാരണം ചെയ്തിട്ടില്ല. ഒരു 5-6 എണ്ണ നമ്മളത് കഴിഞ്ഞു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഏരിയയിലൂടെ നടന്നു പോകുമ്പോൾ എന്തിനാണ് കബറാളിയെ ശിക്ഷിക്കുന്നത് മുത്തുനബിയെ കേൾപ്പിച്ചത്? മോചിതത്തിൻ്റെ കാതുകൊണ്ട് മുത്തുനബി എങ്ങനെയാണ് സർക്കുലേഷൻ ഇല്ലാതെ കബറിൻ്റെ ഉള്ളിൽ നിന്ന് സർക്കുലേഷന് ഗ്യാപ്പില്ലാതെ എങ്ങനെയാണ് മുത്തുനബി കേട്ടത്? എന്തിനാണ് അല്ലാഹു തആല അത് കേൾപ്പിച്ചത്? ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വ്യക്തി ഖബർ ശിക്ഷ അനുഭവിച്ചിരുന്നു. ഈ പച്ചക്കുത്ത്, ഈ ഈത്തപ്പന മട്ടൽ ഞാനൊന്ന് ചീന്തി കുത്തിയപ്പോൾ ഈ കബറാളി രക്ഷപ്പെട്ടു എന്ന് മുത്തുനബിയെ കൊണ്ട് പറയിപ്പിച്ചത് എന്തിനാണ്? അവിടെ ഒരു സംഗതി പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയോ നിങ്ങൾക്ക്? ഈ കബറാളി
ഈ കബറാളി ശിക്ഷിക്കപ്പെട്ടത് മൂത്രം സൂക്ഷിക്കാത്തത് കൊണ്ടാണ്. അവിടെ മുത്തുനബി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ വളരെ നിസ്സാരമാണ്, സംഗതി വളരെ വലിയ സംഗതിയാണ്. അങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. ഇത് ബോധ്യപ്പെടുത്തൽ കൂടി മുത്തുനബിയുടെ ലക്ഷ്യമായിരുന്നു. ഖബർ ശിക്ഷയിൽ നിന്ന് ബഹുഭൂരിഭാഗവും മൂത്രം സൂക്ഷിക്കാത്തത് കൊണ്ടാണ്. ആരാ സൂക്ഷിക്കല്? നല്ല ഈമാനുള്ളവർക്കേ മൂത്രം സൂക്ഷിക്കാൻ കഴിയുള്ളൂ. മുമ്പ് കാലത്തൊക്കെ പെണ്ണുങ്ങൾക്കൊരു നിസ്കാരപ്പായിലെ തുണി ഉണ്ടായിരുന്നു. നിസ്കാരത്തിൻ്റെ മുമ്പായിട്ട് അവരൊന്ന് വെള്ളം കെട്ടിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ 2-3 കിലോമീറ്റർ ദൂരം, മൈല് ദൂരത്തിൽ നിന്ന് കുടത്തിൽ വെള്ളം കെട്ടിക്കൊണ്ടുവന്ന് തപ്പിൽ വെള്ളം ഏറ്റിക്കൊണ്ടുവന്നിരുന്ന കാലഘട്ടത്തിൽ അവരവരെ അരേക്കിപ്പെട്ടൊന്ന് കഴുകിയ ഡ്രസ്സൊക്കെ മാറ്റിയിരുന്നു. എല്ലാം പോയില്ലേ? ഏതാ ഇട്ടതെങ്കിൽ അത് തറ്റ് നിസ്കാരം, ഒരു സംഗതിയില്ല. അതിൻ്റെ അടുക്കായതൊക്കായി ആ കുട്ടീനെ അങ്ങോട്ടെടുത്ത് ഈ കുട്ടീനെ അങ്ങോട്ടെടുത്ത് ഇന്നാമത്ത അദാബിൽ ഖബരി മിനൽ ബൗലി. പാൻറ് ധരിക്കുന്ന മക്കള്, ടൈറ്റ് ഫിറ്റായ വസ്ത്രം ധരിക്കുന്നവര്, സഹോദരിമാര്, എൻ്റെ മൂത്രനാളങ്ങളിൽ നിന്ന് മൂത്രം പൂർണ്ണമായി പുറത്തു പോന്നിട്ടുണ്ടോ? ഞാൻ ശൗചം ചെയ്യുന്ന അവസരത്തിൽ ശ്വാസം പുറത്തോട്ട് തള്ളിപ്പിടിച്ച് നാളങ്ങളിൽ നിന്ന് മലിനം പൂർണ്ണമായും ഞാൻ ശുദ്ധീകരിച്ചിട്ടുണ്ടോ? ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നവർ എത്ര പേരുണ്ട്? എല്ലാവരും അങ്ങനെയായിരിക്കണം. ഇതൊക്കെ സിമ്പിളായി ഒരിക്കൽ പോലും നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാതെ പോയ കാര്യമല്ലേ? എൻ്റെ മൂത്രം പൂർണ്ണമായി മുറിഞ്ഞിട്ടുണ്ട് എന്ന് സേഫായി അങ്ങനെ ജീവിക്കുന്ന, അങ്ങനെയൊക്കെ സൂക്ഷിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ. അക്കൂട്ടത്തിൽ നമ്മൾ പെടണം. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമാണ്. അവസാന കാലത്ത് നിസ്കാരക്കാര് കൂടും, അണുമണിത്തൂക്കം ഈമാൻ ഉള്ളിലോട്ട് കടന്നു കാണില്ല. പത്തിത്താബിലുള്ള ഹദീസാണിത്. നമ്മളെ മുത്തബരീദ് നൂർലബ് സാഹുദ് ഇങ്ങനെ മറിച്ച് പോകുമ്പോൾ അവിടെ ഉണ്ട് ഒരു ഹദീസ്, അവസാന കാലത്ത് പള്ളികളിൽ നിസ്കരിക്കാൻ ആളുകൾ കൂടും, അണുമണിത്തൂക്കം ഈമാൻ ഉള്ളിലേക്ക് കടന്നു കാണൂല. എവിടുന്നേ ഉസ്താദെ അണുമണിത്തൂക്കത്തിന്റെ മാനാന്നോ? നെഹിന്റെ ശേഷം നെക്കിറ വന്നു കഴിഞ്ഞാൽ അണുമണി എന്നർത്ഥം. ലവലേശം ഈമാൻ കടന്നിട്ടുണ്ടാവൂല. നമ്മൾ ഈമാനിനെ വെച്ച നിർവചനത്തിലൂടെ നമ്മളൊന്ന് ഉളിയിട്ടിറങ്ങിയാൽ, നിസ്കാരമല്ല ഈമാൻ, നോമ്പല്ല ഈമാൻ, സകാത്തല്ല ഈമാൻ, ഹജ്ജല്ല ഈമാൻ. നോമ്പ് നോൽക്കുന്ന മനുഷ്യൻ, നിസ്കരിക്കുന്ന മനുഷ്യൻ തെറ്റ് നിർത്തണം, അപ്പോഴാണ് നിസ്കാരം സ്വീകരിക്കുക. ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം മനുഷ്യനെ അശ്ലീലങ്ങളിൽ നിന്ന് മാറ്റി നിർത്തും, ദുരാചാരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തും. നിസ്കാരം അലിഫുലാമിന്റെ അകമ്പടി സേവിക്കാൻ മാത്രം വലിപ്പമുള്ള അസ്വലാത്താണോ? അങ്ങനത്തെ നിസ്കാരമാണോ? അത് ചെയ്ത അത് നിസ്കരിച്ച വ്യക്തിക്ക് പിന്നീട് തെറ്റ് ചെയ്യാൻ കഴിയില്ല. ശരിയെന്നല്ലേ? ഈ ആയത്തിന്റെ ചോടെ ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു എഴുതി കൊടുത്തൊരു ഹദീസുണ്ട്, മൻ ലം തൻഹു സ്വലാത്തുഹു അനിൽ ഫഹ്ശാഇ വൽ മുൻകരി ലം യസ്ദദ് മിനല്ലാഹി ഇല്ലാ ബുഅദാ. നിസ്കരിച്ചിട്ടും തെറ്റ് ചെയ്യാതെക്കാൻ പറ്റണില്ല, നിസ്കരിച്ചിട്ടും മൊബൈലിൽ അശ്ലീലം കാണാതിരിക്കാൻ കഴിയണില്ല, നിസ്കരിച്ചിട്ടും മൊബൈലിൽ ബ്ലൂ ഫിലിം കാണാതിരിക്കാൻ കഴിയുന്നില്ല, നിസ്കരിച്ചിട്ടും മൊബൈലില് സിനിമയും സെക്സും കാണാതിരിക്കാൻ കഴിയുന്നില്ല. അവൻ ഓരോ നിസ്കാരം കൊണ്ടും അള്ളാഹുവിൽ നിന്ന് അകലുകയാണ്, അകന്നകന്നകന്നകന്നകന്ന് പോവുകയാണ്. നിസ്കാരം കൊണ്ടവൻ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുകയല്ല, ഓരോ നിസ്കാരം കൊണ്ടും അള്ളാഹുവിൽ നിന്ന് അവൻ അകന്നകന്നു പോവുകയാണ് എന്ന ഹദീസിനെ ഇമാം സാബി റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവന്നത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന ആയത്തിന്റെ ചോടയാണ്. എന്താ മനസ്സിലായത്? ഫഹ്ശാഇൽ നിന്ന്, അശ്ലീലങ്ങളിൽ നിന്ന്, വൽ മുൻകരി ഒന്നൊന്നായി പറയേണ്ട, അള്ളാഹു നിരോധിക്കാൻ ആവശ്യപ്പെട്ട, നിരാകരിക്കാൻ ആവശ്യപ്പെട്ട, വർജിക്കാൻ ആവശ്യപ്പെട്ട, അരുതെന്നോദിയ എല്ലാറ്റിൽ നിന്നും ഒരു മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഘടകമാണ് നിസ്കാരം.
ആ നിസ്കാരത്തിന് അങ്ങനെ ഒരു ശക്തിയില്ലെങ്കിൽ ആ നിസ്കാരം കൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യമല്ല, അള്ളാഹുവിൻ്റെ കോപത്തിനും അള്ളാഹുവിനെ തൊട്ട് ദൂരത്താകാനുമേ ആ നിസ്കാരത്തിന് ശക്തിയുള്ളൂ എന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാ നിസ്കാരം. ആർക്കാ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുക? ജീവിതത്തിൽ കണ്ണ് ചിമ്പി ജീവിച്ചവർക്ക്. ഖുശൂഅൻ എന്താ? റിസാലത്തുൽ ഖുശൈരിയയിൽ ഇമാം ഖുശൈരി തങ്ങൾ കൊടുത്ത നിർവചനം അൽ ഖുശൂ ഖൈദുൽ ഉയൂനി അനിൻ നദരി. നോക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നിന്ന് നോക്കുന്നതിനെ തൊട്ട് കണ്ണുകൾക്ക് ചങ്ങല വെക്കലാണ് ഖുശൂ.